അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മാനസിക രോഗം കൊണ്ട് തനി ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണെന്നും നിലവിലുള്ള നിയമങ്ങൾക്കെതിരാണെന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ നമ്മൾ നിയമപരമായി അദ്ദേഹം ശിക്ഷാർഹൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു ടെസ്റ്റ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊരു മെഡിക്കൽ ഇൻസാനിറ്റിയും രണ്ട് ലീഗൽ ഇൻസാനിറ്റിയും ഉണ്ട്. ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന രണ്ട് വാക്കുകളാണ്. മെഡിക്കൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈദ്യശാസ്ത്രപരമായി അദ്ദേഹത്തിനൊരു മാനസിക രോഗമുണ്ട്. അപ്പം ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചിത്തഭ്രമം ഉൾപ്പെടെ പല രോഗങ്ങളുണ്ടല്ലോ, അത്തരത്തിലൊരു രോഗാവസ്ഥ അദ്ദേഹത്തിനുണ്ട്. മെഡിക്കൽ ഇൻസാനിറ്റി ഉണ്ട്. ലീഗൽ ഇൻസാനിറ്റി എന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ ഇൻസാനിറ്റി, ഈ മാനസിക രോഗത്തിൻ്റെ തീവ്രത കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അത് നിയമത്തിനെതിരാണ് എന്നറിയാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ വരുമ്പോൾ മാത്രമേ ഈ ലീഗൽ ഇൻസാനിറ്റിയുടെ കാര്യം വരുന്നുള്ളൂ. അതിൽ തന്നെ മെഡിക്കൽ ഇൻസാനിറ്റിയാണ് യഥാർത്ഥത്തിൽ മനോരോഗ ചികിത്സാ വിദഗ്ധർ കമൻറ്റ് ചെയ്യുന്നത്. ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളങ്ങനെ മെഡിക്കൽ ഇൻസാനിറ്റിയാണ് ഇദ്ദേഹത്തിന് ഉള്ളത് എന്ന് സർട്ടിഫിക്കറ്റിൽ എഴുതാറില്ല. അദ്ദേഹത്തിൻ്റെ മാനസിക നില വിശകലനം ചെയ്തിട്ട് ഡയഗ്നോസാണ് എഴുതുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ മെഡിക്കൽ ഇൻസാനിറ്റി മാത്രമാണ്. ഇനി ഇദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്യുകയും ആ കുറ്റകൃത്യം ഇതിൻ്റെ ഒരു ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഈ മെഡിക്കൽ ഇൻസാനിറ്റിയുടെ ഫലമായിട്ടാണ് ഇത് ചെയ്തത് എന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ നിയമ സംവിധാനമാണ്.